ശപിക്കപ്പെട്ട കാക്ക. ഒരു കാട്ടിൽ കൽവ എന്നു പേരുള്ള വികൃതിയായ കാക്ക ജീവിച്ചിരുന്നു. അവൻ എപ്പോഴും കാട്ടിലെ മൃഗങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള പുതിയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ കാക്ക മഴക്കാലത്ത് മരത്തിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അവൻ മഴ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവന്റെ നോട്ടം ആനമുത്തച്ഛന്റെ അടുത്ത് പോയി. കലുവ ആനമുത്തശ്ശനെ നോക്കിയപ്പോൾ പറഞ്ഞു, ഇത്രയും പെരുമഴയത്ത് നിങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നത്? നിന്റെ വേല നിന്റെ കയ്യിൽ വെച്ചാ മതി കൽവേ. നീ എന്നെ കളിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ കാലിൽ വാരി നിലത്തടിക്കും. ആനമുത്തശ്ശൻ പറയുന്നത് കേട്ട് കലുവ ചിരിച്ചുകൊണ്ടേ പറഞ്ഞു, ആനമുത്തച്ഛ, നിങ്ങൾക്ക് തറയിൽ നടക്കുന്ന പ്രാണികളെ മാത്രമേ കാലിൽ വാരി നിലത്തടിക്കാൻ പറ്റൂ. ആകാശത്ത് പറക്കുന്ന പക്ഷികളെ പറ്റില്ല. ഞാനതിന് നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ കൂടെ പൊട്ടത്തരം പറയാൻ എനിക്ക് സമയമില്ല. മഹാരാജാവ് തന്റെ കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്. എനിക്കും അദ്ദേഹത്തിന്റെ ഒപ്പം എളുപ്പം പോകണം. കാരണം ഞാൻ മഹാരാജാവിന്റെ കാര്യസ്ഥനാ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റില്ല ആനമുത്തച്ഛ. മഴ കാരണം മുൻപിലുള്ള വഴിയെല്ലാം ചെളി മൂടി കിടക്കുക. താങ്കൾ പിന്നിലുള്ള വഴിയിലൂടെ പോകണം. ആനമുത്തശ്ശൻ ആലോചിച്ചതിനു ശേഷം പറഞ്ഞു, നീ ഇന്നെന്റെ ജീവൻ രക്ഷിച്ചു കൽവക്കാക്കേ. അല്ലെങ്കിൽ ഞാൻ ചെളിയിലകപ്പെട്ട് ചത്തുപോയനെ. ഇത്രയും പറഞ്ഞ് ആനമുത്തശ്ശൻ പുറകിലുള്ള വഴിയിലൂടെ പോയി. കുറെ നേരത്തിനു ശേഷം തലസ്ഥാനത്തെത്തിയപ്പോൾ അവിടെ സിംഹം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സിംഹം ദേഷ്യപ്പെട്ട് പറഞ്ഞു, എന്റെ ക്ഷമയെല്ലാം കിട്ടു. നിന്നെ എത്ര നേരമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നീ വരാൻ എന്താ ഇത്രയും താമസിച്ചത്? എന്റെ സുഹൃത്ത് നിന്നെ നോക്കിയിരുന്ന് അവൻ തിരിച്ചുപോയി. ക്ഷമിക്കണം രാജാവേ, ഞാൻ നേരെയുള്ള വഴിയിലൂടെയായിരുന്നു വന്നത്. എല്ലാം ആ കൽവക്കാക്ക കാരണമാ. അവൻ പറഞ്ഞു മഴ കാരണം വഴിയെല്ലാം ചെളിക്കുണ്ടാണെന്ന്. അതുകൊണ്ട് ഞാൻ ചുറ്റിക്കറങ്ങിയാ വന്നത്. ആ വഴി വളരെ ദൂരമുള്ളതായിരുന്നു. ആനമുത്തശ്ശൻ പറയുന്നത് കേട്ട് സിംഹം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, 3 ദിവസത്തെ മഴ കൊണ്ടൊന്നും വഴിയിൽ ചെളിയാകില്ല മണ്ടനാനെ. എനിക്ക് ഈ കൽവക്കാക്ക കൊണ്ട് മതിയായി. ഇവൻ നാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ജീവൻ നശിപ്പിക്കുകയാ. മറുവശത്ത് കാക്കയിരുന്ന് മൃഗങ്ങളെയെല്ലാം ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി പുതിയ മാർഗങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടേക്ക് അവന്റെ സുഹൃത്ത് ടോണിക്കുറുക്കൻ അവിടെ വന്നു. അവൾ കാക്കയോടപ്പോൾ പറഞ്ഞു, എന്തുണ്ട് കൊലുവേ, എന്തോ നന്നായി ആലോചിക്കുന്നുണ്ടല്ലോ. നാട്ടിലെ മൃഗങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള പുതിയ ഐഡിയ ആലോചിക്കുകയാണോ? സുഹൃത്തെ ടോണിക്കുറുക്ക, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. ഉള്ള ഐഡിയകളെല്ലാം ഞാൻ പയറ്റി കഴിഞ്ഞു. ഇനി പുതിയതായി ഒന്നും എനിക്ക് കിട്ടുന്നില്ലെന്നേ. ടോണിക്കുറുക്കൻ ചിരിച്ചുകൊണ്ട് കാക്കയോട് പറഞ്ഞു, മുഴുവൻ കാട്ടിലും ആരൊക്കെയോ വന്ന് തീ പിടിപ്പിച്ചിരിക്കുന്നു. ഇത് കേട്ടാൽ എല്ലാ മൃഗങ്ങളും പേടിച്ചോടും. നല്ല രസവുമായിരിക്കും. നിന്റെ തലക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു കുറുക്ക. എടി, ഈ പെരുമഴയത്ത് എങ്ങനെ കാട്ടിൽ തീ പടരുന്നത്? എല്ലാവർക്കും എളുപ്പം മനസ്സിലാകും ഞാൻ പറയുന്നത് കള്ളമാണെന്ന്. അയ്യോ, ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നുപോയി. ടോണിക്കുറുക്കൻ നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞു, 3 ദിവസമായി കാട്ടിൽ മഴയാ. എല്ലാവരും കാട്ടിൽ നിന്നും ഓടിപ്പോകാനായി ഇത് പറയാം. മഴ കാരണം വെള്ളപ്പൊക്കം വരുന്നെന്ന്. ആ, ഇപ്പോൾ നീ പറഞ്ഞതിൽ ചെറിയ കാര്യമുണ്ട്. ഇങ്ങനെ ചെയ്താൽ മുഴുവൻ കാട് നമുക്ക് കാലിയാക്കി മാറ്റാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കലുവക്കാക്ക അവിടെ നിന്നും പറന്ന് വേഗത്തിൽ ശബ്ദമുണ്ടാക്കി. അയ്യോ, ഓടിക്കോ ഓടിക്കോ, കാട്ടിൽ വെള്ളപ്പൊക്കം വരുന്നു. കലുവ പറയുന്നത് കേട്ട് മിങ്കുമാൻ, അവൻ മഴ ആസ്വദിക്കുകയായിരുന്നു, പേടിച്ചു പറഞ്ഞു, നീ പറയുന്നത് ശരിയാണ്. നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ മഴ ആസ്വദിക്കേ. കുറച്ചു നേരം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. കൽവക്കാക്ക പറയുന്നത് കേട്ട് മിങ്കുമാൻ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. കുറച്ചു നേരത്തിനുള്ളിൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും കാട്ടിലെ സിംഹത്തിന്റെ ഗുഹയുടെ മുമ്പിൽ ഒത്തുകൂടി. സിംഹവും കൂട്ടരും ആനമുത്തശ്ശനോടൊപ്പം അവിടേക്ക് വന്നു. അവരെല്ലാം അവിടെ കണ്ടിട്ട് ഞെട്ടലോടെ ചോദിച്ചു, നിങ്ങളെല്ലാവരും എന്തിനാണ് ഇവിടെ ഒത്തുകൂടി നിൽക്കുന്നത്? കാട്ടിലെല്ലാം ശരിയായി പോകുന്നില്ലേ? അതെങ്ങനെ മഹാരാജാവേ? കാട്ടിൽ വെള്ളപ്പൊക്കം വരുന്നത് താങ്കൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ വിഡ്ഢിത്തം നിർത്തൂ. നേരെ ചൊവ്വേ പറ, എന്താ സംഭവിച്ചതെന്ന്. മിങ്കു സിംഹത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ കൽവക്കാക്ക ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാണ്. എനിക്ക് തോന്നുന്നത് കൽവക്കാക്ക നിങ്ങളെല്ലാവരും മണ്ടന്മാരാക്കിയെന്നാ. കാരണം നിങ്ങളെല്ലാവരും മണ്ടന്മാരുമാണ്. എടോ, നിങ്ങളോടവൻ കള്ളം പറഞ്ഞതാ, വെറുതെ അവന് ആനന്ദിക്കാൻ. ഇത്രയും പറഞ്ഞ് സിംഹം തന്റെ സൈനികരോട് പറഞ്ഞു, പോകൂ, പോയി ആ കൽവക്കാക്കയെ പിടികൂടിക്കൊണ്ടുവരൂ. കുറച്ചു നേരത്തിനുള്ളിൽ കാക്ക സിംഹത്തിന്റെ അടുത്തേക്ക് വന്നു. സിംഹം ദേഷ്യത്തോടെ കാക്കയോട് ചോദിച്ചു,
നീ കുറെ നേരമായി കാട്ടിലെ മൃഗങ്ങളെയെല്ലാം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു. നിന്റെ ഈ കളി നിർത്തിയേ പറ്റൂ. നീ ഇപ്പോൾ തന്നെ കാട്ടിൽ നിന്ന് പുറത്തു പോകണം. അല്ലെങ്കിൽ നിന്നെ പിച്ചു ചീന്തി നിന്റെ അവശിഷ്ടം ഞാൻ കാട്ടിൽ നിന്ന് കളയും. കലുവക്കാക്ക പേടിച്ച് അവിടെ നിന്നും വേഗത്തിൽ പറന്നു. പിന്നെ കാട്ടിൽ നിന്നും കുറച്ചകലെ മാറി ഒരു മരത്തിലിരുന്ന് അവൻ അവനോട് തന്നെ പറഞ്ഞു. ഈ സിംഹരാജാവിന്റെ പ്രശ്നം എന്താണ്? സമയം വരട്ടെ, ഞാൻ അയാളെ ഒരു പാഠം പഠിപ്പിക്കും. പെട്ടെന്ന് കാക്ക കണ്ടു ആ മരത്തിനു താഴെ ഒരു ഗുരുവിന്റെ ശില്പം ഇരിക്കുന്നത്. ഇത് ആരുടെ ശില്പമാണ്? ഇത്രയും പറഞ്ഞ് കാക്ക ആ ശില്പത്തിന്റെ കയ്യിൽ വന്നിരുന്നു. പെട്ടെന്നപ്പോൾ നല്ല തിളക്കമുള്ള പ്രകാശത്തോടെ ഒരു യഥാർത്ഥ ഗുരുവായി ആ ശില്പം മാറി. ഗുരു സന്തോഷത്തോടെ കാക്കയോട് പറഞ്ഞു. ആഹാ, നീ എന്നെ ശാപവിമുക്തനാക്കി. ഇതിന്റെ അർത്ഥം നീയും നിന്റെ കൂടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ്. താങ്കൾക്ക് എങ്ങനെ അറിയാം? വർഷങ്ങൾക്ക് മുൻപ് ഞാനും എന്റെ കൂട്ടരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു. ആ കാരണത്താൽ ദേഷ്യം കൊണ്ട് ഒരു ഗുരു എന്നെ ശപിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്ന് ഒരു പ്രാണി വന്ന് നിന്റെ കയ്യിലിരിക്കുന്നോ അവനും നിന്നെപ്പോലെ ഒരുത്തനായിരിക്കും. അപ്പോൾ നിന്റെ ശാപം അവനിലേക്കും പോകും. എന്നുവെച്ചാൽ ഇത്, നീ എവിടെയെല്ലാം പോയി ഇരിക്കുന്നോ, നിന്റെ ചുണ്ടുകൊണ്ട് നീ എവിടെയൊക്കെ സ്പർശിക്കുന്നോ അതെല്ലാം കല്ലായി മാറും. നിങ്ങൾ ഒരു മണ്ടൻ ഗുരു തന്നെ. അയ്യോ, ഇത് ശാപമല്ല, ഇത് ഒരു അനുഗ്രഹമാണ്. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു കഴിയുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും. ഇങ്ങനെ പറഞ്ഞ് ഗുരു അവിടെ നിന്നും പോയി. കൽവക്കാക്കയും പറന്ന് സിംഹത്തിന്റെ അടുത്തു പോയി. അപ്പോഴും അവിടെ മൃഗങ്ങൾ കൂടിയിരുന്നു. സിംഹം കലുവക്കാക്കയെ കണ്ടതും ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്ക് ഇത്രയും ധൈര്യമോ ഇവിടേക്ക് വീണ്ടും വരാൻ? എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം രാജാവേ. എനിക്കിപ്പോൾ തന്നെ നിങ്ങളെയൊക്കെ ഒരു കല്ലാക്കി മാറ്റി സ്വയം ഒരു രാജാവായി മാറാൻ കഴിയും. ഇത്രയും പറഞ്ഞ് കലുവക്കാക്ക തന്റെ ചുണ്ട് ഒരു മരത്തിൽ കൊണ്ടുപോയി ഇടിച്ചു. അപ്പോൾ തന്നെ ആ മരം ഒരു കല്ലായി മാറി. ഇത് കണ്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും പേടിച്ചു. കാക്ക സിംഹത്തിനോട് പറഞ്ഞു. എന്നോട് ക്ഷമ ചോദിച്ചോളൂ മഹാരാജാവേ, അല്ലെങ്കിൽ നിങ്ങളെ ഞാനൊരു കല്ലാക്കി മാറ്റും. സിംഹം ഒരുപാട് നേരം ആലോചിച്ചതിനു ശേഷം കലുവക്കാക്കയോട് പറഞ്ഞു. എന്നുവെച്ചാൽ നീ എന്നെയും എല്ലാ മൃഗങ്ങളെയും കല്ലാക്കി മാറ്റുമല്ലേ? പക്ഷേ നീ ഒരു കാര്യം ചിന്തിച്ചില്ല. നീ എങ്ങനെ ഭക്ഷണം കഴിക്കും? നീ വിശന്ന് തന്നെ ചാകും. എന്നുവെച്ചാൽ? സിംഹം ഒരു ആപ്പിൾ എടുത്ത് മുൻപിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. നീ ഈ ആപ്പിൾ ഒന്ന് തിന്നു നോക്ക്. കാക്ക തന്റെ ചുണ്ടുകൊണ്ട് എപ്പോൾ ആപ്പിളിൽ കൊത്തിയോ അത് കല്ലായി മാറി. ഇത് കണ്ടതും കാക്ക പേടിച്ചു വിറച്ചു. സിംഹം ദേഷ്യത്തോടെ പറഞ്ഞു. നീ പറഞ്ഞതെല്ലാം ശരിയാണ്. നീ നടന്ന കാര്യം പറ. ഈ ശാപം നീ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? കലുവക്കാക്ക കരഞ്ഞുകൊണ്ട് തന്റെ കഥയെല്ലാം സിംഹത്തിനോട് പറഞ്ഞു. എനിക്ക് തോന്നിയത് ഇതൊരു വരദാനമാണെന്നാണ്. നീ ഇങ്ങനെയും ചിന്തിച്ചു, എന്നെ കല്ലാക്കി മാറ്റി എനിക്ക് പകരക്കാരനാകാൻ? കലുവക്കാക്ക ഏങ്ങി ഏങ്ങി കരഞ്ഞു. എന്നോട് ക്ഷമിക്കൂ രാജാവേ, ഞാൻ സത്യം ചെയ്തു തരാം. ഇന്നു മുതൽ ഒരു മൃഗങ്ങളെയും ഞാൻ ബുദ്ധിമുട്ടിലാക്കില്ല. പക്ഷേ ഈ ശാപം എന്നിൽ നിന്നും പെട്ടെന്ന് മാറ്റണം. അപ്പോൾ അവിടെ അതേ ഗുരു ജ്വലിക്കുന്ന പ്രകാശത്തോടെ അവിടെ പ്രത്യക്ഷപ്പെട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു നീ ഒരു വികൃതിയാണെന്ന്. നീ ഇവിടെ ഉറപ്പായും വരുമെന്ന്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിരുന്നു, ഇനി നീ കാരണം കാട്ടിലെ ഒരു ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ട് വരരുത് എന്ന്. എനിക്ക് ഈ ശാപം മാറ്റാൻ അറിയാം. പറയുന്നത് കേൾക്ക്. നീ നിന്റെ ചുണ്ടുകൊണ്ട് നിന്റെ ശരീരത്തിൽ തന്നെ കൊത്തണം. നീ ഒരു കല്ലായി മാറും. നിന്റെ മനസ്സിലുള്ള എല്ലാ കള്ളത്തരങ്ങളും മാഞ്ഞു പോകുമ്പോൾ നിനക്കപ്പോൾ തന്നെ എല്ലാം ശരിയാകും. ഇത്രയും പറഞ്ഞ് ഗുരു അവിടെ നിന്നും മാഞ്ഞു. കലുവക്കാക്ക തന്റെ ചുണ്ടുകൊണ്ട് സ്വന്തം ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ അവനും കല്ലായി മാറി. കുറച്ചു കഴിഞ്ഞപ്പോൾ കലുവക്കാക്ക തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി സിംഹത്തിനോട് പറഞ്ഞു. രാജാവേ, ഇനി മുതൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുകയില്ല. ശരി കൽവക്കാക്കേ, എനിക്ക് ഇപ്പോൾ നിന്നെ വിശ്വാസം വരുന്നുണ്ട്. അതിനുശേഷം കലുവക്കാക്ക നല്ലവനായി മാറി.